ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് യൂണിറ്റായ മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സാണ്. ഓക്കെ കൂട്ടുകാരി, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഭക്തി പ്രസ്ഥാനം? എന്താണ് കൂട്ടുകാരി ഭക്തി പ്രസ്ഥാനം? അതെ, ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഭക്തി പ്രസ്ഥാനം? ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ ആകർഷിക്കാൻ കാരണമെന്ത്? എന്തായിരുന്നു കാരണം? അതെ, മധ്യകാലഘട്ടത്തിൽ എന്താണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിക കാഴ്ചപ്പാടും അതുപോലെ തന്നെ എന്താണ് ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ എന്ത് സൃഷ്ടിച്ചിരുന്നു? വിവേചനം സൃഷ്ടിച്ചിരുന്നു. ഈ സാമൂഹ്യ വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ എന്ത് ചെയ്തു? ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. അതായത് മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. ഇത് സാമൂഹിക വിവേചനം നേരിട്ടിരുന്ന ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് ഏത് സംസ്ഥാനത്താണ്? അതെ, തമിഴ്നാട്ടിലാണല്ലേ. ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി? നമ്മളോട് കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. ജാതി വ്യവസ്ഥ മൂലം സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും ആരാധനയ്ക്ക് അവസരം ലഭിച്ചു. സമത്വത്തിൽ അധിഷ്ഠിതമായതും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പങ്കാളിത്തം ലഭിക്കുന്നതുമായ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സാധിച്ചു. ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് അനുഭവ മണ്ഡപം? എന്താണ്? അതെ, 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് എന്ത്? അനുഭവ മണ്ഡപം. അല്ലമപ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ആരൊക്കെയാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്? അല്ലമപ്രഭു, അക്ക മഹാദേവിയാണ്. ഓക്കെ, ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നുവന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അപ്പോൾ എന്താണ് അനുഭവ മണ്ഡപം എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അനുഭവ മണ്ഡപത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ എഴുതുമല്ലോ കൂട്ടുകാർ. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. ഇതിൽ നിന്നും അക്കാലത്തെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായെന്ന് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത്? ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നല്ലേ. അതുപോലെ എന്താണ്? ശൈശവ വിവാഹം നടന്നിരുന്നു. അതുപോലെ എന്തുണ്ട്? പെൺകുട്ടികൾക്ക് എന്താണ് മതിയായ വിദ്യാഭ്യാസം നൽകിയിരുന്നോ? ഇല്ല, പെൺകുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല. അപ്പം എന്തൊക്കെയാണ്? ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു, ശൈശവ വിവാഹം നടന്നിരുന്നു, പെൺകുട്ടികൾക്ക് മതിയായ വിദ്യാഭ്യാസം നൽകിയിരുന്നില്ല. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി നൽകിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണത്? ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. അതുപോലെ എന്താണ്? ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. അതുപോലെ ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുപോലെ ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ, പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ബസവണ്ണയുടെ സന്ദേശങ്ങളാണ്. എന്തൊക്കെയായിരുന്നു ബസവണ്ണയുടെ സന്ദേശങ്ങൾ? എങ്ങനെയുള്ള സന്ദേശങ്ങളായിരുന്നു? നോക്കൂ. മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ആയിരുന്നു ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. അതുപോലെ ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല. ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ. ഇതൊക്കെയാണ് ആരുടെ സന്ദേശങ്ങൾ? അതെ, ബസവണ്ണയുടെ സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രസ്താവന വിലയിരുത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
നമുക്ക് നോക്കാം. കന്നഡ ദേശത്ത് നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങൾ തുടച്ചു നീക്കുന്നതിനായിട്ടാണ് ബസവണ്ണ വീരശൈവ പ്രസ്ഥാനം സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ചത്. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്ത ഈ പ്രസ്ഥാനം ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം പ്രസ്ഥാനം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവിവാഹം പാടില്ല എന്ന് ഉദ്ബോധിപ്പിക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ, പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രസ്താവന വിലയിരുത്തിക്കൊണ്ട് ഇതുപോലെ കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇനി നമുക്കൊരു കഥാഭാഗം വായിച്ചു നോക്കാം. ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു മുഖ്യനോട് കബീർ കാരണമന്വേഷിച്ചു. അയാൾ പറഞ്ഞു, കർമ്മഫലം അല്ലാതെന്തു പറയാൻ, വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു, പരിഹാരമായി മന്ത്രവാദം നടത്തണം. കബീർ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രോഗശാന്തിക്ക് മന്ത്രവാദമോ? മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല. ചികിത്സ കൊണ്ട് രോഗം ഭേദമാകും. മറ്റൊരിക്കൽ കബീറിനും കൂട്ടർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ നെയ്ത്തുകാരും ലോഹപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ്. തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഉപഹാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട. ഞാൻ ചോദ്യം നോക്കൂ. കബീറിൻ്റെ ദോഹയെയും കഥാസന്ദർഭങ്ങളും വായിച്ചല്ലോ. നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കൂ എന്നാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് നമുക്കിന്ന് കണ്ടെത്താൻ സാധിച്ചത്? അതെ, ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അതുപോലെ എന്താണ്, കബീറിൻ്റെ ശിഷ്യരിൽ എല്ലാ വിഭാഗം ജനങ്ങളും ഉൾപ്പെട്ടിരുന്നു. കബീർ തൊഴിലിൻ്റെ മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അപ്പോൾ കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്? അതുപോലെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജനങ്ങൾക്കിടയിൽ സമത്വ ചിന്തയും മതസൗഹാർദ്ദവും വളർത്താൻ കബീറിൻ്റെ ആശയങ്ങൾ എത്രത്തോളം സഹായിച്ചു? നമുക്ക് സൂചകങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? കബീറിൻ്റെ ദോഹകൾ ജനങ്ങൾ എങ്ങനെ സ്വാധീനിച്ചു? ഹിന്ദു മുസ്ലിം സാഹോദര്യത്തെക്കുറിച്ചുള്ള കബീറിൻ്റെ കാഴ്ചപ്പാട്, അതുപോലെ കബീറിൻ്റെ സാമൂഹിക കാഴ്ചപ്പാട്. അപ്പോൾ ഈ പോയിൻറ്റ്സൊക്കെ ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, നമുക്ക് എഴുതാം. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തെ നയിച്ച കവിയായിരുന്നു കബീർ. ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന കീർത്തനങ്ങളിലൂടെ അദ്ദേഹം ജനങ്ങളിലേക്ക് തൻ്റെ ആശയങ്ങൾ എത്തിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം എല്ലാ വിശ്വാസങ്ങളും ദൈവത്തിലേക്ക് എത്തിച്ചേരുന്നുവെന്ന് ഉദ്ബോധിപ്പിച്ചു. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, പൂജകൾ, മരണാനന്തര ചടങ്ങുകൾ, വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ജാതി, മതം, വർണ്ണം, കുടുംബമഹിമ, സമ്പത്ത് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ വിവേചനങ്ങളെയും അദ്ദേഹം പൂർണ്ണമായും നിരാകരിച്ചു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്തിയ അദ്ദേഹം തൊഴിലിൻ്റെ മഹത്വം ഉയർത്തിപ്പിടിച്ചു. അങ്ങനെ ജനങ്ങളെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. ഇത് നെക്സ്റ്റ് നമുക്കൊരു കഥാഭാഗം വായിച്ചു നോക്കാം. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുപോലെ കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കഥാഭാഗമാണ് നോക്കാം. ഗുരുനാനാക്കും ഭായി മർദാനയും ഒരിക്കൽ സജ്ജൻ തങ്കിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി. അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല. പകരം അവർ ഗുരുനാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാ ഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി. മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത്. പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തങ്കിന് തൻ്റെ തെറ്റ് മനസ്സിലായി. അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു. മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും ഗുരുനാനാക്ക് ഉപദേശിച്ചു. പിന്നീട് സജ്ജൻ സത്രത്തിലെത്തുന്നവരെ സഹായിച്ച് ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ചോദ്യം നോക്കൂ. ഈ കഥയിലൂടെ എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അതെന്താണ്? മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് എന്താണ്? അന്യായമാണ്. അതുപോലെ തന്നെ എന്താണ്? തെറ്റ് മനസ്സിലായാൽ ക്ഷമ ചോദിക്കുക. അതുപോലെ ജീവിതത്തിൽ എന്ത് വേണം? സത്യസന്ധത പുലർത്തുക. അപ്പോൾ കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് ഈ കഥയിലൂടെ എന്തെല്ലാം ആശയങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത്? അതുപോലെ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മധ്യകാല സമൂഹത്തിൽ സ്ത്രീകളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ എന്താണ്? അംഗീകാരവും പരിഗണനയും ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ആരാധനാ സ്വാതന്ത്ര്യവും കുറവായിരുന്നു. അപ്പോൾ മധ്യകാലഘട്ടത്തിലെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും ലഭിച്ചിരുന്നില്ല. ആരാധനാ സ്വാതന്ത്ര്യം കുറവായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാന ഭക്ത കവയിത്രികൾ ആരെല്ലാമായിരുന്നു? ഭക്ത കവയിത്രികൾ ആരെല്ലാമാണ്? മീരാബായ്, കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ, അക്ക മഹാദേവി, ലാൽദേദ്, സ്വൈറാബായ്, ബഹിനാബായ്. ആരൊക്കെയാണ്? മീരാബായ്, കാരയ്ക്കൽ അമ്മയാർ, ആണ്ടാൾ, അക്ക മഹാദേവി, ലാൽദേദ്, സ്വൈറാബായ്, ബഹിനാബായ്. ദെൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് ഇവരുടെ സംഭാവനകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവരുടെ സംഭാവനകൾ? നോക്കൂ, മീരാബായി രചിച്ച കൃഷ്ണഭജനുകൾ ഏറെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ എന്താണ്? വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്ന അക്ക മഹാദേവി സ്ത്രീകൾ നേരിടുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന ഭക്ത കവയിത്രികളുടെ രചനകൾ ഒട്ടനവധി സ്ത്രീകൾക്ക് പ്രചോദനമാകുന്നതിനും കാരണമായി. ഓക്കെ, ദെൻ മീരാബായിയുടെ കൃഷ്ണഭജനുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു ആര്? മീരാബായ്. കവയത്രിയും അതുപോലെ തന്നെ എന്താണ്? കൃഷ്ണഭക്തിയുമായിരുന്ന അവരുടെ കീർത്തനങ്ങൾ വളരെയധികം പ്രശസ്തങ്ങളാണ്. കൃഷ്ണനെ സ്തുതിക്കുന്ന ദശലക്ഷക്കണക്കിന് കൃഷ്ണഭജനുകൾ ഇന്ത്യൻ പാരമ്പര്യത്തിൽ മീരാബായ് തയ്യാറാക്കി. ആത്മീയവും സാമൂഹികവും മതപരവുമായി സ്ത്രീകൾക്ക് മാറ്റി നിർത്തപ്പെട്ട ഒരു കാലത്താണ് മീരാബായ് തൻ്റെ ഇഷ്ടദേവനായ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് അന്നത്തെ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? അപ്പോൾ അതുപോലെ മീരാബായിയുടെ കൃഷ്ണഭജനുകളുടെ പ്രത്യേകതകൾ എഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അക്ക മഹാദേവിയുടെ പ്രവർത്തനങ്ങൾ മധ്യകാല സ്ത്രീ സമൂഹത്തിന് എത്രത്തോളം ഗുണകരമായിരുന്നു? അതെന്താണ്? വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖമായ വ്യക്തിത്വമായിരുന്നു ആര്? അക്ക മഹാദേവി. സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹികവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്ക് അവർ നേതൃത്വം നൽകിയിരുന്നു. അതുപോലെ എന്താണ്? കന്നഡ സാഹിത്യത്തിൽ അവർ നൽകിയ സംഭാവനകൾ വചന സാഹിത്യം എന്ന പേരിൽ അറിയപ്പെടുന്നു. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? വചന സാഹിത്യം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക കൂട്ടുകാരെ? അക്ക മഹാദേവിയുടെ പ്രവർത്തനങ്ങൾ മധ്യകാല സ്ത്രീ സമൂഹത്തിന് എത്രത്തോളം ഗുണകരമായിരുന്നു എന്നുള്ളത് ഇതുപോലെ എഴുതുക. നിങ്ങളുടേതായ വാക്കുകൾ കൂടി കൂട്ടിച്ചേർത്ത് എഴുതുക. ഓക്കെ, ദെൻ നമുക്ക് ഓരോ ഭക്ത കവികളെ പരിചയപ്പെടാം. കാരയ്ക്കൽ അമ്മയാർ ശൈവ ഭക്തരിൽ പ്രമുഖയായിരുന്നു. ആദ്യകാല തമിഴ് ഭക്തി സാഹിത്യത്തിൽ രചനകൾ നടത്തിയിരുന്നു. ദെൻ ആണ്ടാളാണ് വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിലെ പ്രമുഖ കവയിത്രിയാണ്. ദെൻ അക്ക മഹാദേവി 12ാം ശതകത്തിലെ കന്നഡ കവയിത്രിയാണ്. വീരശൈവ സംഘത്തിലെ പ്രായം കുറഞ്ഞ അംഗമായിട്ടും ഭക്തിയിൽ മുതിർന്നവൾ ആയി മാറി. വചന സാഹിത്യത്തിലെ ഉത്കൃഷ്ട രചനകളാണ് ഇവരുടേത്. ദെൻ ലാൽദേദ് കാശ്മീരിൽ 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ലാൽദേദ് കാശ്മീരി ഭാഷയിൽ കവിതകൾ എഴുതിയിരുന്നു. വ്യക്തികളുടെ ശുദ്ധമായ മനസ്സും സ്വഭാവവും പ്രധാനമാണെന്ന് ഉദ്ബോധിപ്പിച്ചു. ജാതി, മതം, വംശം, വർഗ വിഭാഗങ്ങൾക്ക് അതീതമായിരുന്നു ലല്ലബായ് എന്ന ലാൽദേദ്. ഓക്കെ, ഇത് നെക്സ്റ്റ് മീരാബായി ആണ്. 16ാം ശതകത്തിൻ്റെ ആദ്യ പകുതിയിൽ വടക്കേ ഇന്ത്യയിൽ കൃഷ്ണഗീതികൾക്ക് പ്രാമുഖ്യം കിട്ടിയത് മീരാബായിലൂടെയാണ്. കബീർ, സൂർദാസ്, തുളസീദാസ്, മാലി മുഹമ്മദ് ജയ്സി തുടങ്ങിയവർ മീരാബായിയുടെ സമകാലികളായിരുന്നു എന്ന് പറയപ്പെടുന്നു. നെക്സ്റ്റ് സ്വൈറാബായി ആണ്. മഹാരാഷ്ട്രയിലെ മഹർ വിഭാഗത്തിലെ കവയിത്രിയാണ്. ദെൻ ബഹിനാബായ് മഹാരാഷ്ട്രയിൽ 17ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്ത കവയിത്രിയാണ്. ഇത് നെക്സ്റ്റ് നോക്കാം. സൂഫി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തായിരുന്നു? സൂഫി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? അതെ, മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. എന്താണ് സൂഫിസം? മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം. ഇവിടങ്ങളിലെ ഭരണാധികാരികൾ സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. അപ്പോൾ എങ്ങനെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്? ഈ ഭക്തി പ്രസ്ഥാനം അതായത് ഇസ്ലാമിക, അതായത് മധ്യേഷ്യൻ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ എന്താണ്? സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ ലൗകിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത്തരം പ്രവണതകൾക്കെതിരെയാണ് സൂഫി പ്രസ്ഥാനം ഉയർന്നു വന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. സൂഫികൾ പ്രചരിപ്പിച്ച പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ്? ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തിന് വൈമുഖ്യം കാണിക്കുകയും ചെയ്തവരായിരുന്നു സൂഫികൾ. അതുപോലെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള മാർഗമായി ഭക്തിയെ അവർ കണക്കാക്കി.
എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കണം എന്ന ആശയം അവർ പ്രചരിപ്പിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൂഫി ഗുരുവും അനുയായികളും ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ഏത് പേരിലാണ്? സൂഫി ഗുരു പീർ അഥവാ ഷെയ്ഖ് എന്നും അനുയായികൾ എങ്ങനെയാണ്? മുരീദ് എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ സൂഫി ഗുരു പീർ അഥവാ ഷെയ്ഖ് എന്നും അനുയായികൾ മുരീദ് എന്നും അറിയപ്പെട്ടിരുന്നു. ഈ സൂഫി വര്യന്മാരും പ്രദേശങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്റവർദി ഏതാണ് പ്രദേശം? സിൽഹറ്റ് ആണല്ലേ. ദെൻ ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹി. ഖ്വാജ മൊയിനുദ്ദീൻ ചിസ്തി പ്രദേശം ഏതാണ്? യെസ്, അജ്മീർ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യകൃതികളും രചയിതാക്കളുമാണ് നമ്മൾ നോക്കുന്നത്. പ്രാദേശിക ഭാഷ തമിഴ്. കൃതി ഏതാണ്? 4000 ദിവ്യപ്രബന്ധം. അതുപോലെ തിരുമുറൈകൾ. രചയിതാവ് 4000 ദിവ്യപ്രബന്ധം ആഴ്വാർമാരാണ്. തിരുമുറൈകൾ നായനാർമാരാണ്. ദെൻ കന്നഡ വചനങ്ങൾ. രചയിതാവ് ബസവണ്ണ അക്കമഹാദേവി അല്ലമ പ്രഭു. ദെൻ തെലുങ്ക് മഹാഭാരത വിവർത്തനം. രചയിതാക്കൾ ആരൊക്കെയാണ്? നന്നയ്യ തിക്കണ്ണ യരപ്രകഥ. ദെൻ ബംഗാളി ഗീതാ ഗോവിന്ദമാണ്. ജയദേവൻ അല്ലേ. ഹിന്ദി പത്മാവതാണ് കൃതി. രചയിതാവ് മാലിക് മുഹമ്മദ് ജയ്സിയാണ്. ദെൻ മലയാളത്തിലെ കൃതി ഏതൊക്കെയാണ്? ജ്ഞാനപ്പാൻ ആരാണ് രചയിതാവ്? പൂന്താനം. ദെൻ അധ്യാത്മരാമായണം കിളിപ്പാട്ട് രചയിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ദെൻ മുഹയുദ്ദീൻ മാല ഗാസി മുഹമ്മദ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം സഹായകമായതെങ്ങനെ? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് എഴുതാം. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന രീതി എന്താണ്? കീർത്തനങ്ങളിലൂടെയും സാഹിത്യകൃതികളിലൂടെയും ഈശ്വരനിലേക്ക് അടുക്കുന്നതിനുള്ള ശ്രമമായിരുന്നു. സമൂഹത്തിൻ്റെ താഴെക്കിടയിൽ നിന്നുള്ള ഒട്ടനവധി പേർ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നതുകൊണ്ട് തന്നെ അവർ ഉപയോഗിച്ചിരുന്ന ഭാഷ സാധാരണക്കാരുടേതായിരുന്നു. അവരുടെ രചനകളെല്ലാം തന്നെ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് സഹായകരമായി. അതുപോലെ വിവിധ ഭാഷകളിൽ ഒട്ടനവധി സാഹിത്യകൃതികൾ ഇക്കാലത്ത് രൂപപ്പെട്ടു. കൂടാതെ പല സാഹിത്യകൃതികളും വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് വിവിധ സംസ്കാരങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലിന് ഇടയായി. അതോടൊപ്പം തന്നെ വിവിധ ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയ ഭാഷകൾ രൂപീകരിക്കപ്പെടുന്നതിന് കാരണമായി. പേർഷ്യനും ഹിന്ദിയും ചേർന്ന് രൂപം കണ്ട ഉറുദു ഭാഷ ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് തന്നെ കാരണമായി. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലെ പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് ഭക്തി പ്രസ്ഥാനം എങ്ങനെ സഹായകമായെന്ന് കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങളുടേതായ ആശയങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട നോട്ട്സാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.